ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗർഭ ഡാൻസ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഇപ്പം നവരാത്രി വരാറായി. നോർത്തിലൊക്കെ വളരെ ഫേമസ് ആണ് ഈ ഡാൻസ്. അതിൻ്റെ ഇത് ജ്വല്ലറീസ് എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. അപ്പോൾ അത് വെച്ച് നമ്മളിന്ന് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിലേക്ക് ഞാൻ ഇവിടെ കോസ്റെക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കിടു പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ രണ്ടര മാസമായിട്ട് യൂസ് ചെയ്യുന്നു. എൻ്റെ മുഖത്ത് പോസ് ക്ലിയർ ആവുന്നുണ്ട്, മീൻസ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൻ വളരെ സ്മൂത്താണ്, നന്നായിട്ട് ഹൈഡ്രേറ്റും കൂടെ ചെയ്യുന്നുട്ടോ. അപ്പം പ്രൊഡക്റ്റ് കുറച്ച് പ്രൈസ് ആണെങ്കിലും നല്ല വർത്താണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിനിസോയിൽ നിന്ന് വാങ്ങിയിട്ടൊരു ക്യൂക്യൂംബറിൻ്റെ മോയ്സ്ചറൈസറാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് ഞാൻ കൺസിലറാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ കൺസിലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് NW40 സ്റ്റുഡിയോ ഫിക്സിങ് സ്റ്റിക്കാണ്. അപ്പം ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വേറെ ആയിട്ട് വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസീലർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അണ്ടർ ഐസിൻ്റെ സർക്കിൾസ് ഭാഗവും അവിടുത്തെ കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ക്ലിയർ ചെയ്യാനും, എൻ്റെ മൂക്കിൻ്റെ മുളച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട് അത് ക്ലിയർ ചെയ്യാനും, പിന്നെ ചുണ്ടിന് ചുറ്റുമുള്ള ആ ഭാഗത്ത് ക്ലിയർ ചെയ്യാനും, പിന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഞാൻ ഈ ഒരു കൺസീലർ വെച്ച് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫേസ് ഒന്ന് കോൺട്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ 3-in-1 കറക്റ്ററും കൺസീലറും കോൺട്യൂറും കൂടെ വരുന്ന പാലറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചീക്ക് ബോൺസും അതുപോലെ തന്നെ ജോ ലൈനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീക്ക് ബോൺസിൻ്റെ അവിടെ നേരെ എടുത്ത് താഴെ ജോൺലയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഫേസ് വളരെ എന്താ പറയുക ചബ്ബി ഫേസിലുള്ളവർക്ക് തിന്നായിട്ട് തോന്നിക്കുകയും കൂടെ ചെയ്യും. നെക്സ്റ്റ് ടൈം നമ്മൾ മൂക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മൂക്കിന് ഷേപ്പില്ല, നീളം പോരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രിക്ക് വഴി മൂക്ക് കുറച്ചും കൂടെ നീളമുള്ള തോന്നിക്കും. അത് കഴിഞ്ഞിട്ട് നെറ്റിയും കൂടെ ഒന്ന് കോൺട്യൂർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പം പുട്ടി അടിച്ച പോലെ ഇരിക്കണ്ടെങ്കിൽ നിങ്ങൾ ഫേസും കൂടെ ഒന്ന് കോൺട്യൂർ ചെയ്യുക. അപ്പോൾ ഒരു നാച്ചുറൽ ഷെയ്ഡ് ക്രിയേറ്റ് ആകും. അങ്ങനെ അധികം നമുക്ക് പൊട്ടിയിട്ട പോലെ തോന്നില്ല കേട്ടോ. അത് നല്ലൊരു ട്രിക്കാണ്. അങ്ങനെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പൗഡർ അപ്ലൈ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു കോമ്പാക്ട് പൗഡറാണ്. ഇത് NYBയുടെ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മാസ്റ്ററിൻ്റെ ഈ ഒരു ഗ്ലിറ്ററി ഷാഡോ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു റെഡ് എടുത്തിട്ട് ഓൾറെഡി ഞാൻ ബേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് എൻ്റെ ഇത് മിസ്സായിപ്പോയി. പിന്നെ ഈ ഒരു റെഡ് ടോൺ എടുത്തിട്ട് ഞാനിത് ഇതുപോലെ ബ്രഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൈ കൊണ്ടാട്ടോ അപ്ലൈ ചെയ്തത്. അപ്പം ഗ്രീൻ ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്, പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഗോൾഡൻ യെല്ലോ എടുത്തിട്ട് അത് നല്ല ഗ്ലിറ്ററിയാണ്, അത് വെച്ച് ഇങ്ങനെ താഴേക്ക് വരച്ച് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. അത് കണ്ണിൻ്റെ ഔട്ടർ കോർണറിലേക്ക് ഒരു സ്മോക്കി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അവിടെയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ഇന്നർ കോർണറിൻ്റെ അവിടെയും കൂടെ ഇങ്ങനെ എഴുതി കൊടുത്താൽ അപ്പം കൈ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല മൾട്ടി ലെയറുള്ള ഒരു ഷിമ്മറി ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നത് ഭയങ്കര പാടാണ്, പക്ഷേ ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ഒരു ഐഷാഡോ ബ്രഷും കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആകും കൂടെ ചെയ്യുമ്പോൾ തന്നെ സ്മൂത്ത് ഫിനിഷിങ്ങിലും വരും, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിക്വിഡ് ഐലൈനർ കാജലാണ്. നല്ല കാജലാണ്, സ്മൂത്ത് ആപ്ലിക്കേഷനാണ്. ബ്രഷ് വളരെ തിന്നായതുകൊണ്ട് നമുക്ക് വിങ്ങും അതുപോലെ തന്നെ ഇന്നർ കോർണറിലൊക്കെ നല്ല പോയിൻറ്റഡായിട്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ടിരിക്കും കേട്ടോ. നല്ല സ്മൂത്ത് ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഐലൈനർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, കാജൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ലാക്മേയുടെയൊക്കെയാണ് കുറച്ച് തിക്കായിട്ടുള്ള ബ്രഷല്ലേ വരുന്നത്. ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളെ മേടിച്ചിട്ടും പിന്നെ ഇത് കട്ട പിടിക്കുകയില്ല. ഇനി കണ്ണ് താഴെ ജസ്റ്റ് ഞാനുള്ള ഒരു റെഡ് ടോൺ ഷാഡോ എടുത്തിട്ട് ചെന്ന് സ്മഡ്ജ് കൊടുക്കുന്നിട്ട് നമ്മൾ ഐലൈനർ ഒന്നും എഴുതുന്നില്ല. ഇനി ഞാൻ ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെവലോണിൻ്റെ ഒരു പാക്കാണ്. ഇത് എഴുത്ത കുത്തൊക്കെ പോയി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് സ്പൂളി വെച്ചിട്ട് നന്നായി ചീകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആണെങ്കിൽ ഒന്നും അനുസരിക്കാത്തൊരു ഐബ്രോസും കൂടി ആയതുകൊണ്ട് അങ്ങനെ പാറി പറന്നൊക്കെ കിടക്കും കൂടെ ചെയ്യും. അപ്പം ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏത് മേക്കപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഐബ്രോസ് എപ്പോഴും നന്നായിട്ട് വയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ മുഖം നല്ല പകുതി കാര്യങ്ങൾ ശരിയാവും മുഖത്തെ. നെക്സ്റ്റ് ഇനി മസ്കാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ NYBയുടെ ഈ ഒരു ഐ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വോളിയം തരുന്നതാണ്, സ്മൂത്ത് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു മസ്കാരയായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് താഴെ ലോവർ ലാഷിലും മേലെ ഐ ലാഷസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് NYBയുടെ ഈ ഒരു ബ്ലഷാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ബ്ലഷാണ്. നല്ലൊരു പിങ്ക് കിട്ടും, ഫേസിന് നല്ലൊരു ബേബി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് തരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു ഫെസ്റ്റീവ് ലുക്കും കൂടെയാണ്.
അങ്ങനെയാണല്ലോ, ഫേസ് കുറച്ചും കൂടെ നമ്മൾ ഓക്സിഡൈസ് ജ്വല്ലറിയും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് കുറച്ചും കൂടെ ഒരു പിങ്ക് ആയിട്ടിരുന്നതായിരിക്കും എപ്പോഴും ഭംഗി. അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് ഹൈലൈറ്റർ ഇങ്ങനെ എടുക്കാം, കയ്യിലേക്ക് നമ്മുടെ മോയ്സ്ചറൈസറും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ആദ്യം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അത് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. റബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും, സ്മൂത്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പിന്നെ ഹൈലൈറ്ററാണ് കേട്ടോ. കിഡിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ കിഡിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗി തന്നെ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ബ്ലഷ് എടുത്തിട്ട് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു റോസി കളറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസ് ഇത് കണ്ടിട്ട്, നല്ല ഗ്ലോ ഉണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് അറിയില്ല, ഏതൊരു ലിപ് ലൈനറാണ്, കടയിൽ നിന്ന് മേടിച്ചാണ്, അതൊന്നും എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം ഇനി ഞാനിവിടെ റെവലോണിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കായിട്ട് കൊടുക്കുന്നത് കുറച്ചൊരു കോഫി ബ്രൗണിനേക്കാളും ഇത്രയും കൂടെ റെഡ് എന്ന് പറയാം. ആ ഒരു ഷെയ്ഡ് ലൂക്ക് എന്നാണ് അതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ പേര്. അപ്പം ആ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ഇനി ഞാൻ വളയമാലയൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. അപ്പോൾ നമുക്ക് ഗർഭ ഡാൻസ് കളിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ റെഡി ആയിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ തകർത്താടിയിട്ട് വരാം. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോള് വിളിച്ചു തുടങ്ങി, അപ്പോൾ വീഡിയോ നിർത്താനുള്ള സമയമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഇനി എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങളുടെ മെസ്സേജസും കമൻസും ആണ് വീഡിയോ ചെയ്യാനും കൂടുതൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക, മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ വീണ്ടും കാണാം. അതെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.